നമസ്കാരം. 2026 മെയ് മാസത്തിലെ, അതായത് കൊല്ലവർഷം 1201 മേടം ഇടവം മാസങ്ങളിലെ സമ്പൂർണ്ണ മാസഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യാഴം ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്ന ഈ വേളയിൽ 12 കൂറുകളിൽ ജനിച്ചവർക്കും ഈ മാസം എങ്ങനെയുണ്ടാകും? ആർക്കൊക്കെയാണ് ഭാഗ്യാനുഭവങ്ങൾ കാത്തിരിക്കുന്നത്? സാമ്പത്തിക നേട്ടങ്ങൾ, തൊഴിൽ വിജയം, ആരോഗ്യകാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട വെല്ലുവിളികൾ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഓരോ കൂറുകാരുടെയും ഫലത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് കൃത്യമായ ജ്യോതിഷ അറിവുകൾക്കായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തണം. ഒപ്പം തന്നെ നിങ്ങളുടെ നക്ഷത്രം ഏത് എന്ന് കൂടി കമൻറ്റ് ചെയ്തേക്കുക. ദോഷപരിഹാരങ്ങൾക്കായി ഞങ്ങൾ നടത്തുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. ആദ്യം പറയുന്നത് മേടക്കൂറുകാരെ പറ്റിയാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത്. തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു മാസമാണ്. തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു മാസമാണ് മെയ് മാസം. നിങ്ങളുടെ കർമ്മരംഗം അത് വളരെ അനുകൂലമായ ഒരു ഘടകമായി തന്നെ പരിവർത്തിക്കും. തൊഴിൽ രംഗത്ത് ഉന്നതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. സമൂലമായ മാറ്റങ്ങൾ എന്നുദ്ദേശിക്കുന്നത് ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടികൾ ആരംഭിക്കുന്ന ഒരു മാസമായി തന്നെ മെയ് മാസത്തിനെ കണക്കാക്കാം. തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനവും ഈ മാസത്തിൽ വർദ്ധിക്കും. കൂടാതെ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ട്. നല്ല സമയമാണ്. നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പുതിയ ജോലി ഈ മാസം ലഭിക്കും. സാമ്പത്തികമായ വലിയ പ്രതിസന്ധികൾ മാറുന്ന മാസമാണ്. മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരാരംഭിക്കുവാൻ ഈ സമയത്ത് കഴിയും. അത് നിങ്ങളുടെ ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ സംരംഭങ്ങളോ അങ്ങനെ എന്തെങ്കിലും, നിങ്ങളുടെ വീട് പണി പോലും പുനരാരംഭിക്കുവാൻ അനുകൂലമായ ഒരു സമയമാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങളിൽ കുറച്ച് ജാഗ്രത കാണിക്കണം. കൃത്യസമയത്ത് ആഹാരം കഴിക്കുവാനും വിശ്രമിക്കുവാനും ഒന്നും മറന്നു പോകരുത്. ദോഷപരിഹാരമായി ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാൽപ്പായസം വഴിപാട് കഴിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. ഒപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങളിൽ നിന്നും നിങ്ങളെ മുക്തരാക്കുകയും ചെയ്യും. ഇടവക്കൂറിനെ പറ്റിയാണ് ഇനി പറയുന്നത്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ അര നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ വരുന്നത്. മാനസികമായ സന്തോഷം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. നിരവധി ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്തുന്ന കാലം. നല്ല അനുഭവങ്ങളാണ് നിങ്ങളുടെ കർമ്മരംഗത്തും സമൂഹത്തിൽ നിന്നും കുടുംബത്തിലും നിന്നും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുന്ന ഒരു മാസമാണ്. വിവാഹപ്രായമായവർ അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ആ കാര്യങ്ങളിൽ അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകും. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുവാൻ ശ്രദ്ധിക്കണം. സാമ്പത്തികപരമായി നേട്ടം അല്ലെങ്കിൽ വരുമാനത്തിൽ വർധനവുണ്ടാകുമെങ്കിലും അനാവശ്യമായ പല ചെലവുകളെയും നിങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് പണം ശ്രദ്ധിച്ച് തന്നെ വിനിയോഗിക്കുവാൻ ശ്രമിക്കണം. ശത്രുശല്യം വർദ്ധിക്കുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അത് ഒഴിവാക്കുവാൻ നിങ്ങൾ ആത്മസംയമനം പാലിക്കുന്നതാണ് നല്ലത്. അനാവശ്യമായ വാക്ക് തർക്കങ്ങളിലും വഴക്കുകളിലും ഒന്നും പോകരുത്. കൂടെ ഉള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലും വാക്കുകളും പെരുമാറ്റങ്ങളും നിങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തണം. അത് നിങ്ങളുടെ ഭാഗ്യദോഷങ്ങൾ മാറുന്നതിനും ഭാഗ്യവർദ്ധനവിനും ദോഷപരിഹാരത്തിനും ഉത്തമമാണ്. മൂന്നാമത്തെ രാശിയായ മിഥുനക്കൂറുകാർക്ക് മെയ് മാസത്തിൽ സമ്മിശ്രമായ ഫലമാണ് പ്രതീക്ഷിക്കുന്നത്. മകേരത്തിൻ്റെ അര, തിരുവാതിര, പുണർദം, മുക്കാൽ നക്ഷത്രക്കാരാണ് മിഥുനക്കൂറിൽ വരുന്നത്. സമ്മിശ്രമായ ഫലം എന്നത് തൊഴിൽ രംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ തടസ്സങ്ങളാണത്. പക്ഷേ സഹപ്രവർത്തകരുടെ സഹായത്തോടു കൂടിയും നിങ്ങളുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും അതിനെ തീർച്ചയായിട്ടും മറികടന്നു പോകുവാൻ കഴിയും. സാമ്പത്തികപരമായി നിങ്ങൾക്ക് കർമ്മരംഗം അനുകൂലമാണ്. പക്ഷേ ജോലിക്കിടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഔദ്യോഗിക മേഖലയിൽ ചില തടസ്സങ്ങളാണ് ആദ്യം പറഞ്ഞത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മാത്രം മതിയാകും. വിദേശ യാത്രയ്ക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. കലാകാരന്മാർക്ക് അംഗീകാരം ലഭിക്കുന്ന സമയം കൂടിയാണ് ഈ മെയ് മാസം. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബത്തിൽ പങ്കാളികളുമായി ചെറിയ വാക്ക് തർക്കങ്ങൾക്ക് സാധ്യതയുള്ള സമയം കൂടിയാണ്. പരിഹാരമായി ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുകയോ ചെയ്യുന്നത് നല്ലതാണ്.
നാലാമത്തേത് കർക്കിടകക്കൂറാണ്. പുണർദത്തിന്റെ കാൽ, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. നിങ്ങളുടെ പ്രയത്നത്തിന് ഫലം കിട്ടാൻ അല്പം വൈകുന്ന ഒരു സമയമാണ്, കുറച്ച് താമസമെടുക്കും. പക്ഷേ കൃത്യമായി നിങ്ങൾക്ക് ഫലം കിട്ടുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്ന സ്പീഡിൽ നടക്കില്ല, കുറച്ച് താമസം വരും. പക്ഷെ നിങ്ങളുടെ ശ്രമങ്ങൾ നിർത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങൾക്കും ഒടുവിൽ നിങ്ങൾക്ക് ശാശ്വതമായ ഒരു ഫലം ലഭിക്കും. ധനപരമായ നേട്ടങ്ങൾ തീർച്ചയായും ഉണ്ടാകും. തടസ്സങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും നിങ്ങൾ കഠിനമായി യത്നിച്ച് ആ കാര്യം പൂർത്തീകരിച്ചാൽ തീർച്ചയായും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. പൈതൃക സ്വത്തുക്കൾ ലഭിക്കുവാൻ സാധ്യതയുള്ള സമയമാണ് മെയ് മാസം. സമ്മാന പദ്ധതികളിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ലോട്ടറി അല്ലെങ്കിൽ അതുപോലുള്ള നറുക്കെടുപ്പ് പദ്ധതികൾ, അപ്രതീക്ഷിതമായ ധന നേട്ടം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ഇവയിലെല്ലാം നിങ്ങൾക്ക് വിജയസാധ്യത കൂടിയ മാസമാണ് മെയ് മാസം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പരമാവധി വേഗത കുറച്ചു പോകാൻ ശ്രമിക്കുക. അമിത വേഗത നിങ്ങളെ ആപത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുവാൻ സാധ്യതയുണ്ട്. രക്തസമ്മർദ്ദമുള്ളവരും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. പരിഹാരമായി ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ദർശിക്കുക, ശാസ്താ ക്ഷേത്രത്തിൽ പോവുക, നീരാഞ്ജനം കൊളുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയാകും. അഞ്ചാമത്തേത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽ നക്ഷത്രക്കാരാണ് ഈ ചിങ്ങക്കൂറിൽ വരുന്നത്. പൊതുവേ നിങ്ങൾക്ക് മെയ് മാസം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പരിപൂർണമായി വിജയത്തിലെത്തിക്കുവാൻ കഴിയും. കർമ്മരംഗം നല്ല സ്മൂത്തായി കടന്നു പോകുന്ന ഒരു സമയമാണ്. മുതിർന്ന വ്യക്തികളുടെ ഉപദേശങ്ങൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യുവാനായി ഈ സമയത്ത് ലഭിക്കും. ആ ഉപദേശങ്ങൾ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ എളുപ്പമാകുവാനും സഹായിക്കും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഉന്നത പദവികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ പ്രവർത്തന മേഖലയിലെ പ്രാവീണ്യം ചുറ്റും നിൽക്കുന്നവർ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പിതാവുമായോ പിതൃതുല്യരായ വ്യക്തികളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചു പോകണം. നിങ്ങളുടെ വാക്കോ പ്രവൃത്തിയോ കൊണ്ട് ബന്ധങ്ങൾ വഷളാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. പരിഹാരമായി ഞായറാഴ്ചകളിൽ ആദിത്യ ഹൃദയം ജപിക്കുന്നതും സൂര്യ നമസ്കാരം ചെയ്യുന്നതും പ്രഭാത സൂര്യനെ ദർശിക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. അടുത്തത് കന്നിക്കൂറാണ്. ഉത്രത്തിൻ്റെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ അര നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ വരുന്നത്. നിങ്ങൾക്ക് കാര്യതടസ്സങ്ങൾ നീങ്ങുന്ന ഒരു മാസമാണ് മെയ് മാസം. നിങ്ങളുടെ പ്രവർത്തന മേഖലയിലെ തടസ്സങ്ങളും പ്രതിസന്ധികളുമൊക്കെ നീങ്ങിത്തുടങ്ങും. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയും. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ അത് സാധ്യമാകുന്ന മാസം കൂടിയാണ് മെയ് മാസം. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭം ലഭിക്കും. നിങ്ങൾ വാങ്ങിയിട്ടിരുന്ന വസ്തുവകകൾ ലാഭകരമായി വിൽക്കുവാനോ അല്ലെങ്കിൽ ലാഭകരമായി ചില പുതിയ പ്രോപ്പർട്ടികൾ വാങ്ങിയെടുക്കുവാനോ ഒക്കെ കഴിയും. അങ്ങനെയുള്ള ഇടപാടുകളിലൂടെ കമ്മീഷനാണെങ്കിൽ പോലും നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന സമയമാണ്. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കും. വാഹന യോഗം ഈ മാസത്തിലുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹമുള്ളവർ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കും. ആരോഗ്യ കാര്യത്തിൽ ഒരിക്കലും അശ്രദ്ധ പാടില്ലാത്ത സമയം കൂടിയാണ്. നിരന്തര യാത്രകൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇൻഫെക്ഷനുകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അത് കരുതിയിരിക്കുക. ദോഷപരിഹാരമായി ബുധനാഴ്ചകളിൽ പച്ചപ്പയർ ദാനം ചെയ്യുന്നതും ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുന്നതും ഉത്തമമാണ്. കൂടാതെ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി നാളികേരം ഉടയ്ക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് ദോഷപരിഹാരമായി കാണുന്നുണ്ട്. തുലാക്കൂറുകാരെ പറ്റിയാണ് ഇനി പറയുന്നത്. ചിത്തിരാര, ചോതി, വിശാഖം മുക്കാൽ നക്ഷത്രക്കാരാണ് തുലാക്കൂറിൽ വരുന്നത്. ഭാഗ്യ പുഷ്ടിയുള്ള മാസമാണ്. നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ഒരു കയ്യൊപ്പ്, ഒരു പിന്തുണ, ഒരു അനുഗ്രഹം ഈ മാസമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ഒരു ദൈവിക കടാക്ഷം നിലനിൽക്കുന്ന സമയമാണ്. തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ കഴിയും. സാമ്പത്തിക മെച്ചം അനുഭവപ്പെടുന്ന മാസമാണ്. വരുമാനം ധാരാളമായി ഉണ്ടാകും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. അതുകൂടാതെ ജീവിത പങ്കാളികളുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്ന ഒരു സമയം കൂടിയാണ്. ഉപരിപഠനത്തിന് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, അത് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കൊക്കെ അവസരം ലഭിക്കുന്ന സമയമാണ്. പങ്കാളിത്ത ബിസിനസ്സുകളിൽ പണം നിക്ഷേപിക്കുമ്പോൾ രേഖകൾ പരിശോധിക്കുക. അതൊന്ന് ശ്രദ്ധിച്ചു പോകേണ്ടതാണ്. കൃത്യമായ രേഖകൾ ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ട് മാത്രമേ നിക്ഷേപങ്ങൾ നടത്താവൂ. പണമിടപാടുകളെല്ലാം സുതാര്യമായിരിക്കണം. രേഖകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പണം ചിലവഴിക്കാവൂ. ദോഷപരിഹാരം, അന്നദാനം നടത്തുന്നത് നല്ലതാണ്.
അതുപോലെ പക്ഷികൾക്ക് തീറ്റ നൽകുകയോ ജലം കുടിക്കുവാനായി ഒരു പാത്രത്തിൽ ജലം വീടിനെ സമീപത്ത് വെക്കുന്നതോ ഒക്കെ നിങ്ങൾക്ക് ദോഷപരിഹാരമായി കാണുന്നു. അടുത്തതായി വൃശ്ചികക്കൂറാണ്. വിശാഖത്തിന്റെ കാൽ, അനിഴം, തൃക്കേറ്റ എന്നീ നക്ഷത്രങ്ങളാണ് തുടങ്ങിയ 2 നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്. നിങ്ങളുടെ തൊഴിലിടമായാലും ഔദ്യോഗിക രംഗമായാലും കുടുംബജീവിതമായാലും ശരി തന്നെ എല്ലാത്തിലും നിങ്ങളുടെ ഒരു ശ്രദ്ധ വേണം. നിങ്ങളുടെ അലക്ഷ്യമായ പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ജാഗ്രത കുറവ് നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. തൊഴിലിടമാണെങ്കിൽ അവിടെ കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ കൂടെ തന്നെ നിന്ന് പരിശോധിക്കണം. കുടുംബത്തിലാണെങ്കിൽ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളിൽ കൃത്യമായി ശ്രദ്ധ പതിപ്പിച്ച് വേണം പോകുവാൻ. കടബാധ്യതകൾ തീർക്കുവാനായി നിങ്ങൾ ചില പുതിയ വഴികൾ തേടുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് അത്തരത്തിൽ മറ്റു ചില സ്രോതസ്സുകൾ, വരുമാന സ്രോതസ്സുകൾ ഈ സമയത്ത് വഴി തെളിയും. അതിലൂടെ നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കുവാനും മുൻകാലങ്ങളിലെ ബാധ്യതകൾ തീർക്കുവാനും സാധിക്കും. വായ്പകൾക്ക് ജാമ്യം നിൽക്കുന്നത് ഈ മാസം ഒഴിവാക്കുക. വായ്പകളെന്നല്ല, സാമ്പത്തികപരമായോ അല്ലാതെയുള്ള ഒരു കാര്യത്തിനും ഒരു വ്യക്തിക്കും ജാമ്യം നിൽക്കുവാൻ പോകരുത്. അനാവശ്യമായ വിവാദങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ ശ്രമിക്കണം. കാരണം നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട പലവിധത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരു കാര്യത്തിലും ചെന്ന് ചാടാതിരിക്കുവാൻ കൂടി ശ്രദ്ധിക്കണം. ദോഷപരിഹാരമായി ശനിയാഴ്ചകളിൽ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ വഴിപാട് നടത്തുകയോ വടമാല സമർപ്പിക്കുകയോ ചെയ്യുക. അത് നിങ്ങളുടെ ദോഷങ്ങളെ കുറയ്ക്കുകയും ഭാഗ്യവർദ്ധനവ് ഉണ്ടാക്കി തരികയും ചെയ്യും. ധനുക്കൂറുകാരെ പറ്റിയാണ് അടുത്തതായി പറയുന്നത്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ 1/4 ഭാഗം നക്ഷത്രങ്ങൾ അടങ്ങുന്ന 2 നക്ഷത്രക്കാരാണ് ധനുക്കൂറിൽ വരുന്നത്. തൊഴിലിൽ ഉത്തരവാദിത്തങ്ങൾ കൂടുമെങ്കിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. തൊഴിലിലെ ഉത്തരവാദിത്വം എന്നത് പുതിയ ചില ചുമതലകൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അത് നിങ്ങൾക്കൊരു സ്ഥാനക്കയറ്റം തന്നെ ആകാനും സാധ്യതയുണ്ട്. സ്വയം തൊഴിൽ സംരംഭങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന വലിയ വർക്കുകൾ, പ്രോജക്റ്റുകളൊക്കെ കിട്ടും. ബിസിനസ്സുകാർക്കും വലിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കൂടുതൽ മെച്ചപ്പെട്ട അല്ലെങ്കിൽ കുറെ കൂടെ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങൾ കിട്ടുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈ മാറ്റം വളരെ അനുകൂലമാണ്. അത് നിങ്ങളുടെ ഭാവിയിലും നേട്ടമായി മാറുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തോടൊപ്പം യാത്രകൾ പോകുവാനും അവർക്കൊപ്പം സന്തോഷകരമായ സമയങ്ങൾ ചെലവഴിക്കുവാനും സാധിക്കും. കുട്ടികളുടെ പഠനകാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ചില വാർത്തകളായിരിക്കും കേൾക്കാൻ ഇടയാവുക. അവരുടെ പഠനം നന്നായി പോകും. സ്കോളർഷിപ്പോ അല്ലെങ്കിൽ മികച്ച വിജയമോ അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഉണ്ടാകും. അഹംഭാവം നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങളുടെ താഴെയുള്ള ജീവനക്കാരുമായി നല്ല ബന്ധം പുലർത്തുവാൻ ശ്രമിക്കണം. സ്നേഹത്തോടെ പെരുമാറണം. ഒപ്പം പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളികൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവരുമായിട്ടും നല്ല ബന്ധം പുലർത്തുവാനായിട്ട് നിങ്ങൾ ഈ സമയത്ത് ശ്രമിക്കണം. ദോഷപരിഹാരമായി വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം വഴിപാട് കഴിക്കുന്നത് നല്ലതാണ്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം. പാൽപ്പായസ വഴിപാട് ചെയ്യുക. ഇത് നിങ്ങളുടെ ദോഷ തടസ്സങ്ങളൊക്കെ മാറ്റിത്തരും. മകരക്കൂറുകാരെ പറ്റിയാണ് അടുത്തതായി പറയുന്നത്. ഉത്രാടത്തിന്റെ 3/4, തിരുവോണം, അവിട്ടം 1/2 നക്ഷത്രക്കാരാണ് മകരക്കൂറിൽ വരുന്നത്. കുടുംബത്തിൽ ചില സ്വരച്ചേർച്ചയില്ലായ്മ അനുഭവപ്പെടുവാൻ സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ പങ്കാളിയുമായിട്ട് അനാവശ്യമായ വാഗ്വാദങ്ങളിൽ ചെന്ന് പെടരുത്. നിങ്ങൾ കുറച്ച് മിതത്വം പാലിക്കണം. സംസാരത്തിലും പെരുമാറ്റത്തിലും ക്ഷമ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ മാസം കടന്നു പോകാൻ കഴിയൂ. കർമ്മരംഗത്ത് കഠിനമായി അധ്വാനിക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. വിജയം വളരെ ഈസിയല്ല. നന്നായി പരിശ്രമിക്കണം. മുൻ സമയങ്ങളിൽ നിങ്ങൾ പെട്ടെന്ന് നേടിയെടുത്തിരുന്ന പല കാര്യങ്ങളും കുറച്ച് താമസിച്ച് മാത്രമേ ഈ സമയത്ത് നേടിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. ക്ഷമ പുലർത്തണം. നിങ്ങളുടെ ഉദ്യമത്തിൽ നിന്നും പിന്നോട്ട് മാറാതെ അതിൽ തന്നെ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഭൂമി ഇടപാടുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ പഴയ സുഹൃത്തുക്കളെ കാണുവാനും അവരുമായുള്ള ബന്ധം പുതുക്കുവാനും അവസരം ലഭിക്കും. എല്ലുകൾക്കും സന്ധികൾക്കും വേദന അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുകയും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. അടുത്തത് കുംഭക്കൂറാണ്. മാസം തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യ പകുതി കുറച്ച് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടാകും. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തുടരണമോ എന്നുള്ള ഒരു സംശയകരമായ ചിന്തകൾ ഉടലെടുക്കുന്ന ഒരു സമയമാണ്. മാനസികമായി ഒരു അരക്ഷിതാവസ്ഥ
അനുഭവപ്പെടാൻ വളരെ സാധ്യതയുണ്ട്. മാസത്തിൻ്റെ പകുതിയോടുകൂടി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വരും. അതുകൊണ്ട് ആദ്യ പാതി സമയം നിങ്ങൾ ക്ഷമയോടുകൂടി നിങ്ങളുടെ കർമ്മ മേഖലയിൽ തന്നെ ഉറച്ചു നിൽക്കുക. വാക്കുകളും പ്രവൃത്തികളും നിങ്ങളും ഒന്ന് നിയന്ത്രിച്ച് തന്നെ പോകണം. എന്നുവെച്ച് നിങ്ങൾ അതിനെപ്പറ്റി അമിതമായി ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. IT രംഗത്ത് അല്ലെങ്കിൽ മീഡിയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ വരുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. ജോലി ഭാരവും ഒപ്പം കൂടും, പക്ഷേ വരുമാനം നന്നായി വർദ്ധിക്കും. രാത്രികാല യാത്രകൾ നിങ്ങൾ കുറയ്ക്കുന്നത് നല്ലതാണ്. അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഉറക്കമില്ലായ്മ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ വിശ്രമം മറന്നുള്ള ഒരു പരിപാടിക്കും ഈ മാസം നിൽക്കാതിരിക്കുക. ദോഷപരിഹാരമായി ശനിയാഴ്ചകളിൽ എള്ള് ദാനം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതും ദോഷപരിഹാരമായും, നായകൾക്ക്, തെരുവ് നായകളാണെങ്കിൽ വിശേഷിച്ചും അവയ്ക്ക് ഭക്ഷണം, വെള്ളം എന്നിവ കൊടുത്ത് പരിപാലിക്കുന്നതും ദോഷപരിഹാരമായും നിങ്ങളുടെ ഭാഗ്യവർദ്ധനവിനും ഉപകാരമാകും. അവസാന രാശിയായ മീനരാശിയെ പറ്റിയാണ് പറയുന്നത്. പൂരോരുട്ടാതിയുടെ കാൽ, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറിൽ വരുന്നത്. ജീവിതത്തിൽ പുതിയൊരു ഘട്ടം തുടങ്ങുന്ന മാസമാണ് നിങ്ങൾക്ക് എന്ന് പറയാം. ആത്മീയമായ കാര്യങ്ങളിൽ വളരെ താല്പര്യം കൂടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. കർമ്മമേഖലയിൽ നല്ല വ്യതിയാനങ്ങൾ സംഭവിക്കും, ഗുണകരമായ വ്യതിയാനങ്ങൾ സംഭവിക്കും. സാമ്പത്തികപരമായി നല്ല മെച്ചമുണ്ടാകും. വരുമാനത്തിലും അതിനനുസരിച്ചുള്ള വർധനവുണ്ടാകും. വീട് മോടി പിടിപ്പിക്കുവാൻ സാധിക്കും, അതിനുള്ള യോഗമുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും സാധ്യതയുള്ള സമയമാണ്. ശ്രദ്ധിക്കാനുള്ളത്, അപവാദങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ച ആരോടും പറയാതിരിക്കുക, പങ്കുവയ്ക്കാതിരിക്കുക. അവരത് കേട്ടിട്ട് മറ്റുള്ളവരോട് പറഞ്ഞ് അത് നിങ്ങളെ ദോഷകരമായി ബാധിക്കുവാൻ വളരെ സാധ്യതയുള്ള ഒരു മാസമാണ്. രഹസ്യാത്മകമായ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് അപവാദ പ്രചരണത്തിനിരയാകുവാനുള്ളൊരു സാധ്യത ഈ മാസം കാണുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുകയും ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്യുക. അത് നിങ്ങൾക്ക് ദോഷപരിഹാരമാകും, ഭാഗ്യവർദ്ധനവിനും കാരണമാകും. ഇതൊരു പൊതുവായ ഫലമാണ്. ഈ 12 രാശികളെയും സംബന്ധിച്ച് നമ്മൾ പറഞ്ഞത് ഒരു പൊതുവായ ഫലമാണ്. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം, ദശാസന്ധികളൊക്കെ അനുസരിച്ച് ഇതിൽ മാറ്റം വരാം. അതുകൊണ്ട് അത് കൃത്യമായി നിങ്ങൾക്കൊരു ഫലം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ജാതക പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. എങ്കിലും പൊതുവായി ഈ ഫലത്തിലൂടെ ഈ മെയ് മാസം ഈ പറഞ്ഞ 12 രാശിയിലുമുള്ള 27 നക്ഷത്രക്കാർക്കും ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു മെയ് മാസം തന്നെ ആകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.